ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ആ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി തൊലിയെല്ലാം കളഞ്ഞ് ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഇടിക്കല്ലിലോ അമ്മിയിലോ ഒക്കെ ഇട്ട് തയ്യാറാക്കണമെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെ കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലും ചതച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നന്നായി ചതച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്, അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ എടുത്തുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, അതും നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ചെറിയ പീസ് എടുത്താൽ മതി. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നാളികേരമാണ്. നാളികേരം ഞാൻ ഇടിക്കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് തന്നെ കുറച്ച് പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.